കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് HVAC സിസ്റ്റം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഓവർവ്യൂ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ അത് ഇലക്ട്രിക്കലുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് വരുന്നു, മാർക്കറ്റിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് മെഷീനറീസ് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം AC സിസ്റ്റംസ് ഏതൊക്കെ ഉണ്ടെന്നുള്ളതിനെ അതിനൊന്ന് പരിചയപ്പെടുവാണ്. അതിനുശേഷം ഈ AC സിസ്റ്റത്തിനകത്ത് എന്തൊക്കെ പാർട്സ് ഉണ്ട്, പിന്നെ അത് ഇലക്ട്രിക്കലും HVAC ആയിട്ട് എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നു, ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളെയാണ് കൺസിഡർ ചെയ്യേണ്ടത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനകത്ത് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം AC-യുടെ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അപ്പം ഇതിനകത്ത് AC സിസ്റ്റം പല മെയിൻ കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്നാണ് യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റം, അതുപോലെ സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്, ഡിസ്ട്രിക്ട് കൂളിംഗ് സിസ്റ്റം ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ഡീൽ ചെയ്യുന്നത് യൂണിറ്ററി എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. ഇതിൽ വരുന്ന ഫസ്റ്റ് കാറ്റഗറിയാണ് വിൻഡോ ടൈപ്പ് AC. പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന AC ആണ് ഈ വിൻഡോ ടൈപ്പ് AC എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ബോക്സിനകത്ത് തന്നെ ഇതിനുള്ളിലുള്ള മെയിൻ മെക്കാനിക്കൽ പാർട്സ് ആയിട്ടുള്ള കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ ഇതെല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് റൂമിൽ കൂളിംഗ് വരേണ്ട പോർഷനിലേക്ക് ഇവാപ്പറേറ്ററിനെ ഫേസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുപോലെ ഭിത്തിയുടെ ആ പോർഷനിലായിരിക്കും കംപ്രസർ വരുന്നത്. വെളിയിലോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗത്താണ് കണ്ടൻസറും അതിൻ്റെ ആക്സിയൽ ഫാനും ഒക്കെ വരുന്നത്. അപ്പം ഈ ഒരു യൂണിറ്റിനകത്ത് രണ്ട് ഫാൻ വരുന്നുണ്ട്. ഇവാപ്പറേറ്റർ സൈഡിൽ ഒരു ഫാൻ കാണും, കംപ്രസറിന് കഴിഞ്ഞിട്ട് കണ്ടൻസറിന്റെ പോർഷനിലേക്ക് ഒരു ഫാൻ കാണും. അപ്പൊ കണ്ടൻസർ സൈഡിൽ വരുന്ന ഫാൻ ആക്സിയൽ ഫാൻ ആയിരിക്കും, ഇവാപ്പറേറ്റർ സൈഡിൽ വരുന്ന ഫാൻ സെൻട്രിഫ്യൂഗൽ ടൈപ്പ് ഫാൻ ആയിരിക്കും. അപ്പൊ ഈ രണ്ട് ഫാനിനെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സിസ്റ്റത്തിനകത്ത് സിംഗിൾ മോട്ടറാണുള്ളത്. സോ ഇൻഡോറിൽ നമ്മൾ എന്തെങ്കിലും കൺട്രോളിങ് ചെയ്യാണ്, ഫാൻ സ്പീഡ് കുറയ്ക്കുകയൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഔട്ട്ഡോറും കൺട്രോൾഡ് ആയി പോകും. അതായത് കണ്ടൻസർ സൈഡും കൂടെ കൺട്രോൾഡ് ആയി പോകും, ആ ഫാനും കൂടെ കൺട്രോൾ ആയി മാറിപ്പോവും. അപ്പം നമുക്ക് ഈ ഒരു കേസ് ബുദ്ധിമുട്ടാണ്. ഇൻഡിവിജ്വൽ കൺട്രോളിങ് ഒരു പോസിബിലിറ്റി ഇവിടെ ഇല്ല. പിന്നെയുള്ള ഒരു ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ AC സിസ്റ്റം എന്തെങ്കിലും മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് റിമൂവ് ചെയ്യുകയാണെങ്കിൽ, ഇത് ഭിത്തി തുളച്ച് വെക്കുന്ന AC ആയതുകൊണ്ട് ആ ഭിത്തിയിൽ അതിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് എന്ന് പറയുന്നത് സേഫ്റ്റി ഇഷ്യൂസ് ആണ്. പണ്ട് ഈ AC റിമൂവ് ചെയ്തിട്ട് കള്ളൻ കയറുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് വേറൊരു ഇഷ്യൂ ആണ്. പിന്നെ വിൻഡോ ടൈപ്പ് AC ലാർജർ കപ്പാസിറ്റിയിലൊന്നും നമുക്ക് അവൈലബിൾ അല്ല. 2 ടണ്ണിന് താഴെയായിട്ടുള്ള കപ്പാസിറ്റിയിലാണ് ഈ പറയുന്ന വിൻഡോ ടൈപ്പ് AC അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ കൂളിങ്ങിന്റെ AC-ലൊക്കെ ആള് അടിപൊളിയാണ്. അപ്പം കുഴപ്പമില്ലാത്തൊരു മെഷീനാണ്. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് ഈ ഒരു ഐഡിയ നമ്മൾ പിന്നെ ഇംപ്ലിമെന്റ് ചെയ്തതാണ് സ്പ്ലിറ്റ് ACs. അപ്പോൾ സ്പ്ലിറ്റ് എയർ കണ്ടീഷനിങ് വന്നപ്പോൾ റൂമിനകത്തൊരു യൂണിറ്റും റൂമിന് വെളിയിൽ ഒരു യൂണിറ്റുമായി. അതായത് ഈ വിൻഡോ ടൈപ്പ് ACയിലുള്ള സെയിം കമ്പോണൻസ് തന്നെയാണ് ഇതിനകത്തുള്ളത്, പക്ഷെ കുറച്ച് കമ്പോണൻസിനെ ഉള്ളിലൊരു യൂണിറ്റിലേക്ക് സെറ്റപ്പ് ചെയ്തെടുത്തു, ബാക്കി കമ്പോണൻസിനെ വെളിയിലിരിക്കുന്ന ഔട്ട്ഡോർ യൂണിറ്റിലേക്കും സെറ്റപ്പ് ചെയ്തെടുത്തു. ഈ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ് സ്പ്ലിറ്റ് AC എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് യൂണിറ്റിനെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കോപ്പർ പൈപ്സ് ഉണ്ട്. കോപ്പർ പൈപ്പ് ആണ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഭിത്തിയിൽ എത്രയും യൂണിറ്റിന്റെ സൈസിൽ അത്രയും വലിയ ഹോൾ ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് പൈപ്പിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വിടാനുള്ള ഹോള് മാത്രം മതി. അപ്പൊ ഹോൾ സൈസ് കുറഞ്ഞു. സോ സേഫ്റ്റിയുടെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. രണ്ടും 2 യൂണിറ്റ് ആയതുകൊണ്ട് ഇവാപ്പറേറ്ററും ഇവാപ്പറേറ്റർ സൈഡിലേക്ക് വേണ്ടുന്ന ഫാനും കാര്യങ്ങളെല്ലാം റൂമിനകത്തുള്ള യൂണിറ്റിൽ സെറ്റപ്പ് ചെയ്തു. ബാക്കി കണ്ടൻസർ, കംപ്രസർ, എക്സ്പാൻഷൻ വാൽവ്, കണ്ടൻസറിന് വേണ്ടുന്ന ഫാന്, ഈ കാര്യങ്ങളെല്ലാം ഔട്ട്ഡോർ യൂണിറ്റിലേക്കും സെറ്റപ്പ് ചെയ്തെടുത്തു. അതുകൊണ്ട് 2 ഫാനിനും 2 മോട്ടോഴ്സായി ഓരോ യൂണിറ്റിനെയും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ട്. അപ്പൊ ഈ രീതിയിൽ യൂണിറ്റിനെ സ്പ്ലിറ്റപ്പ് ചെയ്തുകൊണ്ടാണ് ഇതിനെ സ്പ്ലിറ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഒരു സ്പ്ലിറ്റ് AC പല ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ഫിഗറിൽ കാണുന്ന യൂണിറ്റ് ഹൈ വോൾ സ്പ്ലിറ്റ് ആണ്. നമുക്ക് പല ടൈപ്പ് യൂണിറ്റ്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇൻഡോർ യൂണിറ്റ്സ് ഉണ്ട്, ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ട്. ഇൻഡോർ യൂണിറ്റിനെയും ഔട്ട്ഡോർ യൂണിറ്റിനെയും നമ്മൾ പൈപ്പ് വെച്ച് കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷനും പവറും ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേബിളിംഗ് ചെയ്യുന്നുണ്ട്. ഈ രീതിയിലാണ് കണക്ഷൻസ് വരുന്നത്. അപ്പം ഞാൻ ഇവിടെ പറയുന്നതെല്ലാം ഇൻഡോർ ടൈപ്പ് സ്പ്ലിറ്റ് AC-യുടെ നെയിമിംഗ് ആണ്. അപ്പം IDU എന്ന് പറഞ്ഞാൽ ഇൻഡോർ യൂണിറ്റ്. ഓക്കെ, അപ്പം ഇൻഡോർ യൂണിറ്റ് സ്പ്ലിറ്റ് കാറ്റഗറിയിൽ തന്നെ ഒരു 5 എണ്ണം ഉണ്ട്. ഹൈ വോൾ സ്പ്ലിറ്റ്, സീലിംഗ് മൗണ്ടഡ് സ്പ്ലിറ്റ്, ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പ്ലിറ്റ്, ഹൈഡ് അവേ സ്പ്ലിറ്റ്, മൾട്ടി സ്പ്ലിറ്റ്. ഓക്കെ,
ഇതിനകത്ത് ആദ്യം പറയുന്നത് ഹൈ വോൾ സ്പ്ലിറ്റ് ആണ്. ഇത് ഭിത്തിയിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ് എ സി ആണ്. ഇത് കോമൺ ആയിട്ട് എല്ലാവരും കണ്ടിട്ടുള്ള ടൈപ്പ് എ സി ആയിരിക്കും. അപ്പൊ ഈ ഒരു എ സിയുടേത് നമ്മൾ ഭിത്തിയിൽ വെക്കുമ്പോൾ റൂഫ് അല്ലെങ്കിൽ ഫോൾ സീലിംഗ് ഉണ്ടെങ്കിൽ ആ ഫോൾ സീലിംഗ് ഒരു 15 സെന്റിമീറ്റർ താഴ്ത്തിയിട്ടേ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അതിന്റെ ടോപ്പ് റീജിയനിലൂടെ ആയിരിക്കും റൂമിനകത്തുള്ള എയറിനെ ആള് സക്ക് ചെയ്തെടുക്കുന്നത്. ആ എയറിനെ സക്ക് ചെയ്തെടുത്ത് അതിനെ കൂൾ ചെയ്തിട്ടാണ് റൂമിലേക്ക് തിരിച്ചു തരുന്നത്. ആക്ച്വലി എയറിന്റെ റീസർക്കുലേഷൻ ആണ് എ സി ചെയ്യുന്നത്. അപ്പൊ റൂമിലുള്ള എയറിനെ തന്നെ വലിച്ചെടുത്ത് അതിനെ തണുപ്പിച്ചിട്ടാണ് റൂമിലേക്ക് തിരിച്ചു തരുന്നത്. അപ്പൊ റൂമിലുള്ള എയറിനെ വലിച്ചെടുക്കാനുള്ള പോർഷൻ എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. അതിന് അത്യാവശ്യം വേണ്ടുന്ന സ്പേസിങ് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ റൂമിൽ കൂളിങ്ങിന്റെ ഇഷ്യൂസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ എ സി നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഒരു ക്ലാമ്പിലേക്കാണ്. ആ ഹിഞ്ചിലേക്ക് ഇതിനെ ഈ എ സിയുടെ ഫൈബർ ബോക്സിനെ നമ്മൾ ഇറക്കി വെക്കുക. അപ്പം എ സി ഡിസ്മാൻഡിൽ ചെയ്യണമെങ്കിലും അസംബിൾ ചെയ്യണമെങ്കിലും നമുക്ക് ഇതിനെ ലിഫ്റ്റ് ചെയ്ത് പൊക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്പേസിങ്ങും അത്യാവശ്യമാണ്. ഇപ്പോൾ ഹൈ വോൾ സ്പേസിന്റെ കേസിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ട് നോക്കേണ്ടതുണ്ട്. പിന്നെ സീലിംഗ് ഹാങ്ങിങ് യൂണിറ്റ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് ഈ ഭിത്തിയിലൊക്കെ നമ്മൾ റാക്സും ഷെൽഫും ഒക്കെ സെറ്റപ്പ് ചെയ്യുമ്പം ഹൈ വോൾ സ്പ്ലിറ്റ് ആണെങ്കിൽ റൂഫിൽ നിന്ന് ഇത്രയും ഹൈറ്റും താഴ്ന്ന് ഈ പറയുന്ന എ സിയുടെ ഡെപ്ത് ഒക്കെ കഴിഞ്ഞ് ഫിറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി സ്പേസ് ഈ എ സി തന്നെ എടുക്കും. അപ്പൊ നമുക്ക് അത്രയും സ്പേസ് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബേക്കറീസ് ജ്വല്ലറീസ് ഒക്കെ പോലെയുള്ള സ്ഥലങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഷെൽഫും റാക്സും ഒക്കെ ഭിത്തിയിൽ ഫിറ്റ് ചെയ്യുന്ന മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് സ്പേസ് ആയിരിക്കും അവരവിടെ എയിം ചെയ്യുന്നത്. അപ്പം കുറച്ചും കൂടെ സ്ലിം ആയിട്ടുള്ള മെഷീൻ ആണെന്നുണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം ഈ സീലിംഗ് ഹാങ്ങിങ് യൂണിറ്റിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹൈ വോൾ യൂണിറ്റിന്റെ അത്രയും ഡെപ്ത് കാണില്ല ആൾക്ക്. ഡെപ്ത് ഹൈറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഫ്രണ്ടിലോട്ടാണ് പ്രൊജക്ഷൻ വരുന്നത്. അപ്പം നമുക്ക് ഈ ഹൈറ്റ് വൈസ് സ്പേസ് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും ഈ ഒരു ടൈപ്പ് എ സി ആണെന്നുണ്ടെങ്കിൽ. ഇപ്പൊ ബേക്കറീസിലൊക്കെ ആണെങ്കിലൊക്കെ ഈ ഒരു ടൈപ്പ് എ സീസ് ആണ് മോസ്റ്റ്ലി സെയിൽ ആവുന്നത്. ദെൻ ഫ്ലോർ സ്റ്റാൻഡിങ് എ സി ഉണ്ട്. ഫ്ലോർ സ്റ്റാൻഡിങ് എ സിനെ ടവർ എ സി എന്ന് കൂടെ പറയും. ഈ എ സി നമ്മൾ സ്റ്റേജ് ഏരിയയ്ക്കും അതുപോലെ വലിയ ഹോൾ സ്പേസിലേക്കൊക്കെയാണ് സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുള്ളത്. ഫ്ലോർ സ്റ്റാൻഡിങ്ങിന്റെ ടോപ്പ് റീജിയൻ ഇപ്പോൾ സപ്ലൈ ആണെങ്കിൽ ബോട്ടം റീജിയൻ ആണ് അതിന്റെ റിട്ടേൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം ഇതിനെ ടവർ എ സി എന്ന് കൂടെ പറയുന്നുണ്ട്. ഇതേ ഒരു പാറ്റേണിൽ തന്നെ പോർട്ടബിൾ എ സി ഉണ്ട്. നമുക്ക് മൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. കാണാൻ ഏകദേശം ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ഫ്ലോർ സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഇൻഡോർ യൂണിറ്റ് പാർട്ടാണ്. അതിന് കറസ്പോണ്ടിങ് എന്തായാലും ഔട്ട്ഡോർ യൂണിറ്റ് ഉണ്ടാവും. പക്ഷെ പോർട്ടബിൾ എ സിക്ക് ഔട്ട്ഡോർ യൂണിറ്റ് കണ്ടോളണമെന്നില്ല. ദെൻ ഹൈഡവേ യൂണിറ്റ്. ഇപ്പൊ ഈ പറഞ്ഞ ഫ്ലോർ സ്റ്റാൻഡിംഗ് എ സി ആണെങ്കിലും ഹൈ വോൾ സ്പ്ലിറ്റ് എ സി ആണെങ്കിലും സീലിംഗ് ഹാങ്ങിങ് ടൈപ്പ് യൂണിറ്റ് ആണെങ്കിലും ഒക്കെ എന്താണ് റൂമിനകത്ത് സ്പേസ് കൺസ്യൂം ചെയ്യുന്നുണ്ട്. എ സി ഫിറ്റ് ചെയ്യാൻ വേണ്ടി എ സിക്കായിട്ട് ഒരു സ്പേസ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. എ സി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും എ സിയുടെ ആ പ്രൊജക്ഷൻ അവിടെ ഉണ്ടാവും. നമ്മൾ എത്ര ഇന്റീരിയർ ചെയ്ത് കഴിഞ്ഞാലും ഈ പറയുന്ന എ സി വിസിബിൾ ആയിരിക്കും. അത് ഒരുപാട് അടിപൊളിയായിട്ട് ചെയ്തേക്കുന്ന ഇന്റീരിയറിലെ എ സിയുടെ പ്രൊജക്ഷൻ ചിലപ്പം ഒരു എന്താ പറയാ അത്ര കൊള്ളാത്തൊരു അപ്പിയറൻസ് ആയിരിക്കും ചിലപ്പോൾ തരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനത്തെ കേസിലൊക്കെ എ സി എന്ന് പറയുന്ന ഒരു എഫക്റ്റ് കിട്ടും വേണം. എന്നാൽ എ സിയുടെ മെഷീനോ ബാക്കി ആക്സസറീസോ ഒന്നും വിസിബിൾ ആയിരിക്കുകയും ചെയ്യരുത് എന്നുള്ള കേസിലാണ് നമ്മൾ ഹൈഡവേ യൂണിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഹൈഡവേ യൂണിറ്റ് ചെറിയ യൂണിറ്റ് ആണ്. ലെസ് കപ്പാസിറ്റി ലൈക്ക് 1.5-2 ടണ്ണിനുള്ളിലൊക്കെ ആയിട്ടാണ് ഈ പറയുന്ന ഹൈഡവേ യൂണിറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ യൂണിറ്റിനെ നമ്മൾ സീലിംഗിന്റെ മേളിൽ ഫിക്സ് ചെയ്യും. അത് ഫോൾ സീലിംഗ് ചെയ്യുന്നിടത്താണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ബാക്ക് സൈഡിലൂടെ ആയിരിക്കും ഈ പറയുന്ന റിട്ടേൺ എയർ എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് ഇവാപ്പറേറ്റർ കോയിലിലൂടെ അത് കയറി ഇറങ്ങി ഇവിടെ കാണുന്ന ഈ റീജിയൻ ആണ് ഇവാപ്പറേറ്റർ കോയിൽ. അപ്പൊ ഇതുപോലെ ചെരിച്ചായിരിക്കും കോയിൽ വെക്കുന്നത്. അപ്പൊ ബാക്കിലൂടെ വലിച്ചെടുക്കുന്ന എയർ വന്നിട്ട് ഈ കോയിലിനകത്തൂടെ ഈ ഫ്രണ്ട് പോർഷനിലൂടെ ഔട്ട് ചെയ്ത് ഇറങ്ങുക ചെയ്യുന്നത്. അപ്പൊ ഔട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ ഫ്രണ്ട് പോർഷൻ ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡക്റ്റ് അടിച്ചു കൊടുക്കും. ആ ഡക്റ്റിനെ നമ്മൾ ബെൻഡ് ചെയ്ത് ഫോൾ സീലിംഗിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കും. ഫോൾ സീലിംഗിൽ ഡക്റ്റ് വന്ന് നിൽക്കുന്ന പോർഷൻ അത്രയും കട്ട് ചെയ്ത് നമ്മൾ ഒരു ഗ്രില്ല് ഫിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വരുന്ന എയർ കംപ്ലീറ്റ് ഡക്റ്റ് ത്രൂ ഗ്രില്ല് ത്രൂ ആയിരിക്കും നമ്മുടെ റൂമിനകത്തേക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ റൂമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സീലിംഗിൽ ഒരു ഗ്രില്ല് വെച്ചിരിക്കണം, അല്ലാതെ ബാക്കി ഇതിന്റെ പൈപ്പിങ്ങോ ഈ മെഷീനോ ഒന്നും തന്നെ കാണാൻ പറ്റില്ല. അപ്പൊ അത്രയും നീറ്റ്നെസ് റൂമിന് കിട്ടുകയും ചെയ്യും. അപ്പൊ അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഹൈഡവേ യൂണിറ്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്.
ദെൻ അടുത്ത കേസ് മൾട്ടി സ്പ്ലിറ്റ് ആണ്. മൾട്ടി സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഔട്ട്ഡോർ വെച്ചുകൊണ്ട് ഏകദേശം ഒരു 5ഓളം ഇൻഡോർ യൂണിറ്റ്സിനെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന യൂണിറ്റ് ആണ് മൾട്ടി സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 5 വോൾട്ട് സ്പ്ലിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മൾട്ടി സ്പ്ലിറ്റ് ഓപ്ഷൻ എടുക്കുന്നതെങ്കിൽ ഇതിന് സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡോറും ഒരു ഔട്ട്ഡോറും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് കുറച്ച് കമ്പോണൻസ് ഉണ്ട്. മെയിൻലി ആ കമ്പോണന്റ് വരുന്നത് കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപറേറ്റർ, ഈ ഒരു ഓർഡറിലാണ്. അപ്പം നമ്മുടെ ഇവാപറേറ്റർ എന്ന് പറയുന്നതാണ് ഈ ഇൻഡോർ യൂണിറ്റിനകത്തിരിക്കുന്നത്. ഇൻഡോർ യൂണിറ്റിനകത്ത് നിന്ന് ഇവാപറേറ്ററിൽ നിന്ന് ഔട്ട് ചെയ്യുന്ന റെഫ്രിജറന്റിനെ നമ്മൾ നേരെ ഒരു പൈപ്പ് വെച്ചിട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്യുന്നത് കംപ്രസറിനകത്താണ്. കംപ്രസറിൽ നിന്ന് അത് കണ്ടൻസറിൽ പോകും, കണ്ടൻസറിൽ നിന്ന് എക്സ്പാൻഷൻ വാൽവിൽ പോകും. അതെല്ലാം ഈ ഔട്ട്ഡോർ യൂണിറ്റിനുള്ളിലാണ് നടക്കുന്നത്. പിന്നെ ഈ എക്സ്പാൻഷൻ വാൽവിൽ നിന്ന് ഇറങ്ങുന്ന റെഫ്രിജറന്റിനെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഒരു പൈപ്പ് റൂട്ട് ചെയ്തിട്ട് പൈപ്പ് വെച്ചിട്ടാണ് ഈ പറയുന്ന ഇൻഡോർ യൂണിറ്റിൽ ഇവാപറേറ്ററിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത്. വീണ്ടും അത് സർക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു സൈക്ലിക് പ്രോസസ്സ് നടക്കുക ചെയ്യുന്നത്. അപ്പം ഇവാപറേറ്ററിൽ നിന്ന് പോകുന്നതിനെ കംപ്രസറിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്യാസ് ലൈൻ ഉണ്ട്, ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. അതിനകത്തൂടെ ഗ്യാസ് ആണ് പോകുന്നത്, ഗേഷ്യസ് റെഫ്രിജറന്റ് ആണ് പോകുന്നത്. അതിനെ നമ്മൾ സക്ഷൻ ലൈൻ എന്ന് പറയും. ഇവാപറേറ്ററിൽ നിന്ന് കംപ്രസറിലേക്ക് പോകുന്ന ഗ്യാസ് ലൈനെയാണ് നമ്മൾ സക്ഷൻ ലൈൻ എന്ന് പറയുന്നത്. ദെൻ ഔട്ട്ഡോറിലെത്തി, ഔട്ട്ഡോറിന് അതിനുള്ളിൽ ഇരിക്കുന്ന കംപ്രസറിൽ പോയി, കംപ്രസറിന്ന് കണ്ടൻസറിൽ പോയി, കണ്ടൻസറിൽ നിന്ന് എക്സ്പാൻഷൻ വാൽവിൽ പോയി, പിന്നെ അതിനെ വീണ്ടും തിരിച്ച് ഇവാപറേറ്ററിലേക്ക് എത്തിക്കുമ്പോഴത്തേനും ഈ ഗേഷ്യസ് റെഫ്രിജറന്റ് കംപ്ലീറ്റ്ലി ലിക്വിഡ് ഫോമിലേക്ക് വന്നിട്ടുണ്ടാവും. ആ ലിക്വിഡ് റെഫ്രിജറന്റിനെ പാസ് ചെയ്യിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അടുത്തൊരു പൈപ്പ് ലൈൻ കൊടുക്കും. അതിനെ നമ്മൾ ഡിസ്ചാർജ് ലൈൻ എന്ന് പറയും. അപ്പം ഡിസ്ചാർജ് ലൈനകത്ത് ലിക്വിഡ് പാർട്ടിക്കിൾ ആയതുകൊണ്ട് ആ പൈപ്പിന്റെ സൈസ് കുറവായിരിക്കും. ഗേഷ്യസ് റെഫ്രിജറന്റ് പോകുന്ന ഗ്യാസ് ലൈനിന്റെ പൈപ്പിന്റെ ഡയമീറ്റർ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. നിങ്ങൾ എ സിയുടെ പൈപ്പ് ഇനി ശ്രദ്ധിച്ചാൽ മതി, 2 പൈപ്പ് വരുന്നുണ്ട്, രണ്ടും 2 ഡയമീറ്റർ ആയിരിക്കും. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും ആയിരിക്കും. ഗ്യാസ് ലൈൻ ആണ് വലുത്, അതായത് സക്ഷൻ ലൈൻ. ഡിസ്ചാർജ് ലൈൻ അല്ലെങ്കിൽ ലിക്വിഡ് ലൈൻ ചെറിയ പൈപ്പ് ഡേ ആയിരിക്കും. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൾട്ടി സ്പ്ലിറ്റ് യൂണിറ്റ് ആകുമ്പം നമുക്ക് ഒരു ഔട്ട്ഡോറിലേക്കല്ലേ ഇതിനെല്ലാം കൂടെ നമ്മൾ അസൈൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കംപ്രസർ എന്ന് പറയുന്ന എക്യുപ്മെന്റിന് എത്ര ഇൻഡോർ യൂണിറ്റ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ടോ അത്രയും സക്ഷൻ പോർട്ട് കാണും. സാധാരണ ഒരു ഇൻഡോർ ഒരു ഔട്ട്ഡോർ ആകുമ്പം കംപ്രസറിനകത്ത് ഒരു സക്ഷൻ പോർട്ടേ കാണുള്ളൂ. അത് ഇവാപറേറ്ററിൽ നമ്മൾ ഒരു പൈപ്പിട്ട് നേരിട്ട് ആ സക്ഷൻ പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ റെഫ്രിജറന്റ് ആ പാത്തിലൂടെ പോകും. പക്ഷേ ഇവിടെ ഇത്രയും യൂണിറ്റ്സ് കണക്ട് ചെയ്യുന്നുണ്ട്. ഓരോ യൂണിറ്റിനെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കംപ്രസറിനകത്ത് അത്രയും സക്ഷൻ ലൈന്, സക്ഷൻ പോർട്ട്, അതായത് സർവീസ് വാൽവ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സ്പാൻഷൻ വാൽവ്, ഡിസ്ചാർജ് ലൈൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എത്ര ഇൻഡോർ യൂണിറ്റ് കണക്ട് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് അതും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാം കൂടെ കോമൺ ആയിട്ട് കൊണ്ടുപോയി എൻട്രി ചെയ്യിക്കുകയല്ല ചെയ്യുന്നത്, എല്ലാം ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഈ യൂണിറ്റിനകത്തേക്ക് ചെന്ന് കയറുന്നത്. ദെൻ സീലിംഗിൽ ഫിറ്റ് ചെയ്യുന്ന അടുത്ത സ്പ്ലിറ്റ് എ സി ആണ്. കാസറ്റ് സ്പ്ലിറ്റ് എന്നും പറയും, അല്ലെങ്കിൽ കാസറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെപ്പറേറ്റ് കാറ്റഗറി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. കാസറ്റ് എ സി നമ്മൾ ഫോൾ സീലിംഗിനാണ് ജനറലി വെച്ച് കൊടുക്കാറുള്ളത്. ഫോൾ സീലിംഗിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രില്ല് മാത്രമായിട്ട് ഇതിന്റെ ഈ ഒരു ബോട്ടം പോർഷനിൽ കാണുന്ന ഈ ഒരു റീജിയൻ ആണ് അതിന്റെ ഗ്രില്ല് എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രില്ല് മാത്രമേ നമുക്ക് വെളിയിൽ കാണുള്ളൂ. ബാക്കി എല്ലാം എന്താണ് ഫോൾ സീലിംഗിന്റെ മുകളിലോട്ട് പോകും. അതിന്റെ കേസിംഗ് കംപ്ലീറ്റ് ഫോൾ സീലിംഗിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇത് സെറ്റപ്പ് ചെയ്തെടുക്കാം. ഇത് കുറച്ചും കൂടെ ഇന്റീരിയർ ലുക്കിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു മെഷീൻ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ എയർ ഫ്ലോ റേറ്റും കൂടുതലാണ്, എയർ സർക്കുലേഷൻ റേറ്റും കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത സ്പ്ലിറ്റ് എ സിനെക്കാട്ടിലും പെട്ടെന്ന് കൂളിംഗ് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ് ഈ കാസറ്റ് എ സി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇതിന്റെ റേറ്റും കമ്പാരിറ്റീവ്ലി നല്ല പ്രൈസ് വേരിയേഷൻ ഉണ്ട് അതർ സ്പ്ലിറ്റ് എ സിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ ഇതില് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് 4-വേ കാസറ്റ് എ സി ആണ്. 4-വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വേ ഉണ്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 4 ഓപ്പണിംഗ് കാണാം. ഈ 4 ബ്ലോ ഔട്ട് ഏരിയ ഉള്ളതുകൊണ്ടാണ് ഇതിനെ 4-വേ കാസറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ സെൻട്രൽ റീജിയനിലൂടെയാണ് ഇത് റൂമിനകത്തുള്ള നമ്മുടെ റിട്ടേൺ എയറിനെ, അല്ലെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്ത് ഹോട്ടാക്കി വെച്ചിരിക്കുന്ന എയറിനെ സക്ക് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഇതിന്റെ തൊട്ട് മുകളിലായിട്ടാണ് ഫാനും കാര്യങ്ങളും വരിക.
അത് വൺ വേ ഉണ്ട്. ഒരു ബ്ലോ ഔട്ട് ഏരിയ ഉള്ളൂ എങ്കിൽ അതിനെ വൺ വേ എന്ന് പറയും. ബാക്കി പോർഷൻ അതിന്റെ റിട്ടേൺ ഏരിയ ആയിട്ട് ആക്ട് ചെയ്യും. രണ്ട് വേ ഉണ്ട് സപ്ലൈ ചെയ്യാനെങ്കിൽ, രണ്ട് ബ്ലോ ഔട്ട് ഏരിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ടു വേ കസെറ്റ് എന്ന് പറയും. ബാക്കി അതിന്റെ സെൻട്രൽ പോർഷൻ ആയിരിക്കും അതിന്റെ റിട്ടേൺ സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഒരു ഫിഗറിൽ കാണുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രിഡ് ടൈപ്പ് സീലിംഗ് ആണ്. ഈ സീലിംഗിൽ ഇപ്പൊ ഇവിടെ ലൈറ്റ് ഒക്കെ കാണുന്നില്ലേ, അതുപോലെ നമ്മൾ സീലിംഗിലേക്ക് കറക്റ്റ് ചെയ്ത് ഒരു ടു വേ കസെറ്റ് AC ഫിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പൊ ഇതുപോലെ കറക്റ്റ് സീലിംഗുമായിട്ട് അലൈൻ ആയിട്ടിരിക്കുന്ന രീതിയിലായിരിക്കും കസെറ്റ് AC വരുന്നത്. അത് 4 വേ ആണെങ്കിലും 2 വേ ആണെങ്കിലും 1 വേ ആണെങ്കിലും ഒക്കെ ഈ ഒരു പാറ്റേൺ തന്നെയാണ്. ഈവൻ റൗണ്ട് ഫ്ലോ ആണെങ്കിലും. റൗണ്ട് ഫ്ലോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 4 വേ പറഞ്ഞല്ലോ, 4 വേ ആണ് ഔട്ട് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു. അത് കൂടാതെ 2 വേ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ കോർണേഴ്സിലൂടെയും കൂടെ നമുക്ക് ത്രോ എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് റൗണ്ട് ഫ്ലോ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റൗണ്ട് ഫ്ലോ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തൂടെ ഇത്ര ഏരിയയിലൂടെ എയർ ഔട്ട് ചെയ്യുന്നോണ്ട് കൂളിംഗ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിരിക്കും. അതുപോലെ 360 ഡിഗ്രി കവറേജ് ആയിരിക്കും റൂം സ്പേസിന് കിട്ടുന്നത്. എല്ലാ സ്പേസിലൂടെയും എത്തുന്നില്ലേ, മറ്റേത് ഒരിടത്ത് എയർ അടിച്ച് ആ എയർ ബാക്കിയുള്ള സ്പേസിനെ കൂൾ ചെയ്തെടുക്കുന്നതിന്റെ ഡ്യൂറേഷനും ഇതൊന്നും ഇവിടെ വരത്തില്ല. 360 ഡിഗ്രിയിൽ നമുക്ക് കോൾഡ് എയർ സപ്ലൈ ആയിട്ട് കിട്ടും. അതുകൊണ്ട് റൂം പെട്ടെന്ന് കൂൾ ആവുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഈ ടൈപ്പ് യൂണിറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇൻബിൽറ്റ് ഡ്രെയിൻ പമ്പ് ഉണ്ട്. ഈ AC-ക്കകത്തു നിന്ന് വെള്ളം പോകുന്നത് കണ്ടിട്ടില്ലേ, അത് ഇൻഡോർ യൂണിറ്റിനകത്തു നിന്നാണ് പോകുന്നത്, നമ്മുടെ റൂമിൽ ഇരിക്കുന്ന യൂണിറ്റിനകത്താണ്. അതായത് നമ്മുടെ റൂമിനകത്തുള്ള എയറിൽ ഹ്യൂമിഡിറ്റി ഉണ്ട്. ഈ എയറിനെ തണുപ്പിക്കുമ്പോൾ ഈ ഹ്യൂമിഡിറ്റി കണ്ടൻസ് ആയിട്ട് വാട്ടർ ഡ്രോപ്ലെറ്റ് ആവുന്നതാണ്. ആ വാട്ടറിനെ നമ്മൾ ഒരു പൈപ്പ് ഇട്ടിട്ട് വെളിയിലോട്ട് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ പൈപ്പ് ഇട്ട് ഔട്ട് ചെയ്യുമ്പോൾ വെള്ളം പോകണം എന്നുണ്ടെങ്കിൽ പൈപ്പിന് സ്ലോപ്പ് ഉണ്ടായിരിക്കണം. ഇപ്പൊ സീലിംഗിന്റെ മുകളിൽ ഫിക്സ് ചെയ്യുന്ന ഈ ടൈപ്പ് യൂണിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഇതുപോലത്തെ യൂണിറ്റ്സ് നമ്മൾ ബിൽഡിങ്ങിന്റെ അല്ലെങ്കിൽ നമ്മുടെ റൂം സ്പേസിന്റെ സെന്റർ ആണ് ലൊക്കേറ്റ് ചെയ്ത് വെക്കാറുള്ളത്. അപ്പം അത്രയും ലെങ്ത്തിൽ പൈപ്പ് റൂട്ട് ചെയ്ത് സ്ലോപ്പ് എടുക്കുമ്പോഴത്തേനും ഈ പൈപ്പ് സീലിംഗിന്റെ പുറത്തോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ഈ കേസിൽ സംഭവിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈപ്പ് വിസിബിൾ ആകുമ്പോൾ കാണാൻ വൃത്തികേടല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ സിസ്റ്റത്തിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ഡ്രെയിൻ പമ്പ് ഫെസിലിറ്റി കൂടെ സെറ്റപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പൊ ഡ്രെയിൻ പൈപ്പ് ഉള്ളതുകൊണ്ട് വരുന്ന ഡ്രെയിൻ വാട്ടറിനെ ലിഫ്റ്റ് ചെയ്തിട്ട് ആ ഹൈറ്റിൽ നിന്ന് പിന്നെ നമ്മൾ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അപ്പൊ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പമ്പിങ് ഫെസിലിറ്റി കൂടെ ഇതിനകത്ത് തരുന്നുണ്ട്. ബാക്കി എല്ലാ സിസ്റ്റത്തിനും ഇല്ലെന്നല്ല, നമുക്ക് അഡീഷണൽ ആയിട്ട് ഡ്രെയിൻ പമ്പ് വാങ്ങിച്ചു വെക്കാൻ പറ്റും. ഈ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡ്രെയിൻ പമ്പ് വെച്ചിട്ട് നമുക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഡ്രെയിൻ പമ്പ് ഫിക്സ് ചെയ്യുന്നതിലും ഈ പറയുന്ന ഇലക്ട്രിക്കൽ ഏരിയയായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ട്. എപ്പോഴും അതിന്റെ ന്യൂട്രൽ ലൈൻ ലൈവ് ആയിരിക്കണം. ഡ്രെയിൻ പമ്പ് ഒരു കാരണവശാലും ഓഫ് ആവാൻ പാടില്ല. കാരണം ഇതിനകത്തേക്ക് എപ്പോഴും വെള്ളം വന്ന് ഫില്ലായി കഴിഞ്ഞാൽ അപ്പം അതിനത് പമ്പ് ചെയ്ത് ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ അതിന്റെ വയറിംഗ് കണക്ഷൻസ് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി അതുപോലെ ഡക്റ്റബിൾ എയർ കണ്ടീഷനിങ് സിസ്റ്റം ഉണ്ട്. ഡക്റ്റബിൾ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനകത്ത് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ എയറിനെ സപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു ഫിഗർ നോക്കുക. ഇതിനകത്ത് സീലിംഗിന്റെ മുകളിലായിട്ട് ഒരു ഡക്റ്റബിൾ മെഷീൻ വെച്ചിട്ടുണ്ട്. ഡക്റ്റബിൾ മെഷീൻ ഫാൻ കോയിൽ യൂണിറ്റ് ആണ്. നമ്മുടെ ചില്ലറൊക്കെ പോലെയുള്ള യൂണിറ്റിനകത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഇൻഡോർ യൂണിറ്റ്. ഇത് ഫാൻ കോയിൽ ഉണ്ട്. AHU ആണെങ്കിലും സാധാ ഡക്റ്റബിൾ ഒക്കെ ആണെങ്കിലും ഈ രീതിയിൽ തന്നെയാണ് അതിന്റെ വർക്കിംഗ് പറയുന്നത്. ഇപ്പൊ യൂണിറ്റിനകത്ത് നിന്ന് വരുന്ന എയറിനെ ഇതുപോലെ ഒരു ഡക്ട്, ഒരു ബോക്സ് ത്രൂ നമ്മൾ എയറിനെ എന്ത് ചെയ്യും, പാസ് ചെയ്യിക്കും. നമുക്ക് എവിടേക്കാണോ എയർ വേണ്ടുന്നത് ആ ഏരിയയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഡക്റ്റിനെ റൂട്ട് ചെയ്ത് കൊണ്ടുപോകും. എവിടെയാണോ എയർ സപ്ലൈ ആവേണ്ടത് ആ പോർഷനിൽ നമ്മൾ എന്ത് ചെയ്യും, ഡക്റ്റിന് ഒരു ഓപ്പണിംഗ് ഇട്ട് കൊടുക്കും. കണ്ടോ, ഈ ഓപ്പണിംഗിൽ നമ്മൾ ഗ്രില്ല് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഓപ്പണിംഗ് ഗ്രില്ലിലൂടെ നമ്മുടെ റൂമിലേക്ക് എയർ സപ്ലൈ ആവും. കോൾഡ് എയർ ആയതുകൊണ്ട് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അത് താഴോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ടെമ്പറേച്ചർ വേരി ആവും. അപ്പൊ അതിന്റെ ഡെൻസിറ്റി വ്യത്യാസം വരുന്നുള്ളതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി അപ്ലിഫ്റ്റ് ചെയ്തോളും. അപ്ലിഫ്റ്റ് ചെയ്ത എയറിനെ നമ്മുടെ സീലിംഗിന്റെ മുകളിലോട്ട് റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ഓപ്പണിംഗ് ഇട്ടിട്ട് ചുമ്മാ ഒരു ഗ്രില്ല് കൊടുത്തേക്കും. അവിടുന്ന് ഡക്റ്റ് അടിക്കണം എന്നൊരു നിർബന്ധമില്ല, ചുമ്മാ ഒരു ഗ്രില്ല് കൊടുത്താൽ മതി. അതെല്ലാം കൂടെ സീലിംഗിന്റെ മുകളിലൂടെ പൊക്കോളും. ഇത് അടുത്ത ബ്രാഞ്ചിലൂടെ വരുന്ന എയറിന്റെ ഫ്ലോ ആണ്. ഈ കാണുന്നത് ഫ്ലെക്സിബിൾ ഡക്റ്റും ഇത് പ്ലീനം ബോക്സും ഇത് ഡിഫ്യൂസറും ആണ്.
അപ്പൊ അതിലൂടെ എയർ ഇറങ്ങി, അത് ഡക്റ്റിന്റെ വേറൊരു കണക്ഷൻ സെറ്റപ്പ് ആണ്. അതിലൂടെ എയർ ഇറങ്ങി അതുപോലെ വേറൊരു ഡിഫ്യൂസർ ചുമ്മാ ഡമ്മി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ഈ പറയുന്ന റിട്ടേൺ എയർ, നമ്മുടെ റൂമിനകത്ത് നമ്മൾ കൺസ്യൂം ചെയ്ത റിട്ടേൺ എയർ ഫോൾ സീലിംഗിന്റെ മുകളിലെത്തി. ഫോൾ സീലിംഗിന്റെ മുകളിലെത്തുന്ന ഈ എയർ മെഷീന്റെ ബാക്ക് സൈഡിലേക്ക് എത്തണം. അപ്പൊ ബാക്ക് സൈഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതാണ് ഈ ഒരു വാൾ ഓപ്പണിങ്. അപ്പുറത്തെ റൂമും ഈ മെഷീൻ വെച്ചിരിക്കുന്ന റീജിയണും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്ക് സൈഡിൽ എത്തുന്ന എയർ മെഷീന്റെ ഉള്ളിലോട്ട് ഫോക്കസ് ചെയ്ത് കയറും. അത് ഫോക്കസ് ചെയ്ത് കയറുന്നത് വേറൊന്നും കൊണ്ടല്ല, അതിനകത്തൊരു ഫാൻ ഉണ്ട്. ഈ ഫാൻ സെൻട്രിഫ്യൂഗൽ ഫാൻ ആയതുകൊണ്ട് അതിന് ബാക്ക് സൈഡിൽ സക്ഷൻ എഫക്റ്റ് ഉണ്ട്. അപ്പൊ ആ സക്ഷൻ റീജിയനെ നോക്കിയിട്ടാണ് എയർ ഫോക്കസ് ചെയ്ത് പോകുന്നത്. ഈ എയർ ആദ്യം എൻ്റർ ചെയ്യുന്നത് ഫിൽറ്ററിലേക്കാണ്. ഫിൽറ്റർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിനകത്തുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിനെയും മറ്റേയും ഫിൽറ്റർ ചെയ്തിട്ട് ആണ് ഉള്ളിലോട്ട് കടത്തിവിടുന്നത്. ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞത് അടുത്തത് കോണ്ടാക്ട് വരുന്നത് ഇവാപ്പറേറ്റർ കോയിലുമായിട്ടാണ്. അപ്പൊ ഈ എയറും ഇവാപ്പറേറ്റർ കോയിലും തമ്മിൽ കോണ്ടാക്ട് വരുമ്പോഴാണ് കൂളിംഗ് പർപ്പസ് നടക്കുന്നത്. ഇപ്പൊ കണ്ടോ, അതിന്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ആ ഇവാപ്പറേറ്റർ കോയിലിനകത്തിരിക്കുന്ന ഫ്ലൂയിഡും എയറും തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ നടത്തിട്ട് ഈ എയറിനകത്തുള്ള ഹീറ്റിനെ ഈ ഇവാപ്പറേറ്റർ കോയിലിനകത്തുള്ള ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ദെൻ ഫാൻ പുറത്തോട്ട് ബ്ലോ ഔട്ട് ചെയ്ത് തരും. വീണ്ടും അത് ഡക്റ്റ് കൂടെ ഈ പറഞ്ഞ പോലെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് തരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത കാറ്റഗറി സെൻട്രലൈസ്ഡ് എ സി ആണ്. സെൻട്രലൈസ്ഡ് എ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ ബിൽഡിങ്സിലേക്കൊക്കെ നമുക്ക് ഒരു സിംഗിൾ സെൻട്രൽ കൺട്രോൾ സിസ്റ്റം ആയിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ചില്ലേഴ്സ്, പാക്കേജ് എ സിസ്, DX യൂണിറ്റ്സ്, അതുപോലെ VRF സിസ്റ്റം ഒക്കെയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് എ സി ആയിട്ട് വെക്കുന്നത്. അപ്പം ഓരോ സ്പേസിനും ഓരോ ഇൻഡോർ ഓരോ ഔട്ട്ഡോർ എന്നുള്ള കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് എൻറ്റയർ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഒരൊറ്റ ഔട്ട്ഡോർ യൂണിറ്റ് സിസ്റ്റം ആയിരിക്കും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ സ്പേസിലേക്കും ഓരോ ഇൻഡോർ സെപ്പറേറ്റ് വെക്കും. എന്നിട്ട് ഒരു കോമൺ പൈപ്പിനെ റൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഓരോ ഇൻഡോറിലേക്കും നമ്മൾ ബ്രാഞ്ച് ചെയ്ത് റെഫ്രിജറന്റിനെ എത്തിച്ച് കൂളിംഗ് പർപ്പസ് അച്ചീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇനി നമ്മൾ സെൻട്രലൈസ്ഡ് സിസ്റ്റം പറയുമ്പോൾ ഇതുവരെ എല്ലാം ഇൻഡോർ യൂണിറ്റ്സിന്റെ പേരായിരുന്നു പറഞ്ഞത്. സെൻട്രലൈസ്ഡ് എ സി പറയുമ്പോൾ നമ്മളെല്ലാം ഔട്ട്ഡോർ യൂണിറ്റിന്റെ പേരാണ് പറയുന്നത്. കാരണം ഇതിന്റെ ഇൻഡോർ യൂണിറ്റ് എന്ന് പറയുന്നത് ഡക്റ്റബിൾ ടൈപ്പ് മെഷീൻസ് ആയിരിക്കും. ഒന്നുകിൽ AHU അല്ലെങ്കിൽ FCU, അതല്ലെങ്കിൽ ഡക്റ്റബിൾ ACs. ഇതായിരിക്കും ഇതിന്റെ ഇൻഡോർ യൂണിറ്റ് വരുന്നത്. വേറെ അല്ലാതെ പ്രത്യേകിച്ച് വേരിയേഷൻസ് ഒന്നുമില്ല. ഇനി ഔട്ട്ഡോർ യൂണിറ്റിന്റെ പേര് പറയുകയാണെങ്കിൽ ചില്ലർ ആണ് ഫസ്റ്റ് വരുന്നത്. ഇപ്പൊ ചില്ലർ എന്ന് പറയുന്ന എക്യുപ്മെന്റ് ഒരു നമ്മുടെ വിൻഡോ ടൈപ്പ് AC പറഞ്ഞ പോലെ ഒരൊറ്റ കേസിംഗ് ഉണ്ട്, ഒരു ഫ്രെയിം. ആ ഫ്രെയിമിനകത്ത് കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ, ഇത്രയും കാര്യങ്ങൾ അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിനകത്ത് ഒരു പ്രൈമറി റെഫ്രിജറന്റ് ഉണ്ടാവും. ആ പ്രൈമറി റെഫ്രിജറന്റ് ഒരു സെക്കൻഡറി മീഡിയത്തിനെ കൂൾ ചെയ്യുന്നുണ്ട്. ആ സെക്കൻഡറി മീഡിയം വാട്ടർ ആയിരിക്കും. അതുകൊണ്ട് ഇതിന്റെ ഇവാപ്പറേറ്റർ സൈഡ് ഷെൽ ആൻഡ് ട്യൂബ് അല്ലെങ്കിൽ ഷെൽ ആൻഡ് കോയിൽ ടൈപ്പ് ആയിരിക്കും വരുന്നത്. കാരണം ഈ വാട്ടറും റെഫ്രിജറന്റും തമ്മിൽ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഇവാപ്പറേറ്ററിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈമറി സെക്കൻഡറിനെ കൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സെക്കൻഡറി പിന്നെ നമ്മൾ പമ്പ് ചെയ്ത് ഇൻഡോർ യൂണിറ്റിലേക്ക് പാസ് ചെയ്ത് വിടും. എന്നിട്ട് ഈ സെക്കൻഡറി ആയിരിക്കും പിന്നെ എയറിനെ കൂൾ ചെയ്യുന്നത്. അതെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈമറി റെഫ്രിജറന്റ് കോസ്റ്റ്ലി ആണ്. അപ്പം അതിനെ ഇത്രയും ലെങ്ത്തിലും ഇത്രയും ബിൽഡിങ്ങിലേക്ക് ഇത്രയും ഏരിയയിലേക്കൊക്കെ റൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ കോപ്പർ പൈപ്പും വേണ്ടി വരും. അപ്പൊ ഇത് രണ്ടും എന്താണ് എക്കണോമിക്കലി നമുക്ക് ഓക്കെ ആവുന്ന രണ്ട് കാര്യങ്ങളല്ല. അപ്പൊ അതിലും ചീപ്പായിട്ട് വേറൊരു മെറ്റീരിയൽ നമുക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് വാട്ടർ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. വാട്ടറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യാതൊരു കാരണവശാലും ഈ പറയുന്ന കോപ്പർ പൈപ്പ് വേണ്ട. GIO ഇപ്പൊ ഇതാ PPR, CPVC എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാറ്റഗറീസ് ഇറങ്ങുന്നുണ്ട്. അപ്പം PVC കാറ്റഗറിയിലുള്ള അപ്പം അങ്ങനത്തെ പൈപ്പിംഗ് സെക്ഷൻ ആണെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാതിരുന്നാൽ മതി വാട്ടറിന്റെ. അപ്പം അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് അതിനെ റൂട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ, ചീപ്പ് കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതല്ലേ ബെറ്റർ ഓപ്ഷൻ. അപ്പം അതുകൊണ്ട് നമ്മൾ പ്രൈമറിനെ യൂണിറ്റിനകത്ത് സർക്കുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആ പ്രൈമറിനെ വെച്ചിട്ട് വാട്ടറിനെ ചിൽഡ് കണ്ടീഷനിലേക്ക് കൊണ്ടുവരും. ഈ ചിൽഡ് വാട്ടർ
വാട്ടറിനെ വെച്ചിട്ട് എയറിനെ കൂൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഈ ഒരു ചില്ലർ 3 കാറ്റഗറിയാണുള്ളത്. ഒന്ന് അബ്സോർപ്ഷൻ ടൈപ്പ് ചില്ലേഴ്സ്, അതിന് അബ്സോർപ്ഷൻ ചില്ലേഴ്സ് എന്ന് പറയും. 2 എയർ കൂൾഡ് ചില്ലേഴ്സ്. എയർ കൂൾഡ് ചില്ലേഴ്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഔട്ട്ഡോർ സൈഡിൽ ഫാൻ ഉണ്ട് എങ്കിൽ അതിനെയാണ് എയർ കൂൾഡ് ചില്ലേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഫിഗറിൽ കാണുന്ന 2 ഇൻക്ലൈൻഡ് ആയിട്ടുള്ള സെക്ഷൻ ഇല്ലേ, അത് അതിന്റെ കണ്ടൻസർ ആണ്. ഈ കണ്ടൻസറിനകത്തിരിക്കുന്ന റെഫ്രിജറന്റിനെ കണ്ടൻസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫാൻ ഫെസിലിറ്റി കൊടുക്കുന്നത്. അപ്പൊ ഈ ഫാൻ ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിലുള്ള എയറിനെ ഈ കണ്ടൻസറിലേക്ക് ബ്ലോ ഔട്ട് ചെയ്യും. ആ ബ്ലോ ഔട്ട് ചെയ്യുന്ന എയർ ഈ കണ്ടൻസറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴാണ് ഇത് കൂൾ ആവുന്നത്. ആ രീതിയിൽ സെറ്റപ്പ് ചെയ്തിരിക്കുന്നതാണ് എയർ കൂൾഡ് ചില്ലർ. ഇനി വാട്ടർ കൂൾഡ് ചില്ലർ ഉണ്ട്. വാട്ടർ കൂൾഡ് ചില്ലർ ആണെങ്കിൽ ഇപ്പൊ ഇവിടെ 2 ഷെല്ല് കാണാം. ഇത് ഒരെണ്ണം ഇവാപറേറ്ററും ഒരെണ്ണം കണ്ടൻസറും ആയിരിക്കും. 2 ഷെൽ ആൻഡ് കോയിൽ ടൈപ്പ് ആയിരിക്കും വരുന്നത്. അപ്പം ഈ ഷെല്ലിനകത്ത് വെള്ളമായിരിക്കും ഉണ്ടാവുന്നത്. ഈ വെള്ളമാണ് കണ്ടൻസർ, അതായത് ട്യൂബിനകത്തിരിക്കുന്ന റെഫ്രിജറന്റിനെ കണ്ടൻസ് ചെയ്യിപ്പിക്കുന്നത്. ആ വെള്ളത്തിനെ വീണ്ടും അപ്പം എന്താണ് ഈ കണ്ടൻസ് ചെയ്യിപ്പിക്കുമ്പം ട്യൂബിനകത്തിരിക്കുന്ന ഹീറ്റ് മൊത്തം വെള്ളത്തിലേക്കായിരിക്കും എന്ത് ചെയ്യുന്നത്, റിജക്ട് ചെയ്യുന്നത്. അപ്പൊ ആ റിജക്ട് ആയ ഹോട്ട് വാട്ടറിനെ നേരെ നമ്മൾ ഈ കൂളിംഗ് ടവറിലേക്ക് പാസ് ചെയ്യിപ്പിക്കും. കൂളിംഗ് ടവർ അതിനെ കൂൾ ചെയ്യിച്ചിട്ട് വീണ്ടും ഈ പറയുന്ന കണ്ടൻസറിലേക്ക് തരും. കണ്ടൻസർ വീണ്ടും അത് ഹോട്ടായിട്ട് തിരിച്ച് ഇങ്ങനെ ഒരു സൈക്ലിക് പ്രോസസ്സും കൂടെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഈ പറയുന്ന കൂളിംഗ് ടവർ എന്ന് പറയുന്ന സെറ്റപ്പ് ഈ വാട്ടർ കൂൾഡ് ചില്ലറിന്റെ പാർട്ടാണ്. അപ്പം കുറച്ചും കൂടെ കോസ്റ്റ്ലി ആണ്, ബഡ്ജറ്റ് കുറച്ചും കൂടെ കൂടുന്ന ടൈപ്പാണ് വാട്ടർ കൂൾഡ് ചില്ലർ. പക്ഷേ എഫിഷ്യൻസിയുടെ കാര്യത്തിലും പെർഫോമൻസിന്റെ കാര്യത്തിലും ബെറ്റർ വാട്ടർ കൂൾഡ് ചില്ലർ തന്നെയാണ്. പിന്നെ ഈ കൂളിംഗ് ടവറിനകത്തും ഇതുപോലെ ഫാൻ ഉണ്ട്. വാട്ടർ ഈ കണ്ടൻസറിൽ നിന്ന് വരുന്ന വാട്ടറിനെ ബ്ലോ ഔട്ട് ചെയ്ത് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ അതിൽ നിന്ന് നമുക്ക് ഈ കണ്ടൻസർ സൈഡിലേക്ക് പമ്പ് ചെയ്തിട്ടാണ് വാട്ടർ തരുന്നത്. ഓക്കെ, അപ്പൊ അതൊരു കാറ്റഗറിയാണ്. ദെൻ അടുത്ത കാറ്റഗറിയാണ് പാക്കേജ് എ സി. പാക്കേജ് എ സി എന്ന് പറയുന്നത് റൂഫ് ടോപ്പ് യൂണിറ്റ്സ് എന്നും കൂടെ ഇതിനെ പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന യൂണിറ്റ് പല കപ്പാസിറ്റി വേരിയേഷൻസിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് തന്നെയാണ്, ഈ ഒരു പാക്കേജിനകത്താണ് ഈ പറയുന്ന കംപ്രസർ, കണ്ടൻസർ എല്ലാം എക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇതിന് സെപ്പറേറ്റ് ഒരു ഇൻഡോർ യൂണിറ്റിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിന്റെ ഇവാപറേറ്റർ സൈഡിൽ നിന്ന് ഡക്റ്റ് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ബിൽഡിംഗ് എവിടെയാണോ, ബിൽഡിങ്ങിനകത്ത് സ്പേസ് എവിടെയാണോ നമുക്ക് കൂളിംഗ് ചെയ്യേണ്ടത് ആ ഭാഗത്തേക്ക് നമ്മൾ റൂട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അടുത്തത് DX യൂണിറ്റ്സ് എന്ന് പറയും. ഇത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്, US-ലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് വരുന്നത്. ഇപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന റെഫ്രിജറന്റിന്റെ ഇവാപറേഷനും എക്സ്പാൻഷനും സെയിം കോയിലിൽ തന്നെ വെച്ച് നടക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ് ഡയറക്റ്റ് എക്സ്പാൻഷൻ ടൈപ്പ് യൂണിറ്റ്. ഓക്കെ, ദെൻ VRF അല്ലെങ്കിൽ VRV എന്ന് പറഞ്ഞ സിസ്റ്റം. VRF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ അല്ലെങ്കിൽ വേരിയബിൾ റെഫ്രിജറന്റ് വോളിയം. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മൾട്ടി സ്പ്ലിറ്റ് AC പറഞ്ഞില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഒരു ഔട്ട്ഡോർ യൂണിറ്റ് വെച്ച് n നമ്പർ ഓഫ് ഇൻഡോർ യൂണിറ്റിനെ കണക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഫെസിലിറ്റിയാണ് VRF. പക്ഷെ മൾട്ടി സ്പ്ലിറ്റിനെക്കാട്ടിലും കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് ഇതിനുണ്ട്, കുറെ അഡ്വാൻസ്മെന്റ്സും ഉണ്ട്. അപ്പം ഇതിന് നമുക്ക് പല കപ്പാസിറ്റിയിലുള്ള, പക്ഷെ VRF കാറ്റഗറിയിലുള്ള ഇൻഡോർ യൂണിറ്റ്സ് തന്നെ വേണം ഇതിനകത്തേക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ. സാധാരണ നമ്മുടെ കൺവെൻഷണൽ സ്പ്ലിറ്റ് AC കൊണ്ടുവന്നിട്ട് VRF യൂണിറ്റിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ആവില്ല. അപ്പം ഇതിനകത്ത് ഇൻഡോർ യൂണിറ്റ് നമുക്ക് ഏത് ടൈപ്പ് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഏത് കപ്പാസിറ്റി റേഞ്ചിലുള്ളത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ കപ്പാസിറ്റി സമ്മപ്പ് ചെയ്യും. അതിനനുസരിച്ചുള്ള ഔട്ട്ഡോർ യൂണിറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഔട്ട്ഡോർ യൂണിറ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ടണ്ണേജിലല്ല, HP-ലാണ്. അപ്പൊ ടോട്ടൽ ഇൻഡോർ TR എത്രയുണ്ടോ അതേ ഇൻറ്റു 1.25 ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്ഡോർ യൂണിറ്റിന്റെ കപ്പാസിറ്റി കിട്ടും. ഇനി ഈ ഒരു യൂണിറ്റിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈവേഴ്സിറ്റി ഫാക്ടർ എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ അറ്റ് എ ടൈം നമ്മൾ എല്ലാ സ്പേസും ഒരുപോലെ ഉപയോഗിക്കാത്ത ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹോട്ടൽസ് ഒക്കെ ആണെങ്കിൽ എല്ലാ റൂമും അറ്റ് എ ടൈം എല്ലാത്തിലും അക്കോമഡേഷൻ ഒന്നും കാണത്തില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ നമ്മൾ എല്ലാ യൂണിറ്റ്സും ഓൺ ചെയ്യേണ്ട, നമുക്ക് ഓരോ യൂണിറ്റ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ യൂണിറ്റ് എത്ര എണ്ണം ഓപ്പറേറ്റ് ആവുന്നോ അതിനനുസരിച്ചുള്ള ലോഡ് റിക്വയർമെന്റേ വരുള്ളൂ. അതിനനുസരിച്ചുള്ള റെഫ്രിജറന്റിനെ മാത്രമേ യൂണിറ്റിനകത്തേക്ക് ഈ പറയുന്ന ഔട്ട്ഡോർ യൂണിറ്റ്, അതായത് കംപ്രസർ പമ്പ് ചെയ്യുള്ളൂ.
മീൻസ് ഈ പറയുന്ന എക്സ്പാൻഷൻ വാൽവും ആ രീതിയിൽ തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഡിമാൻഡിനനുസരിച്ചാണ് റെഫ്രിജറന്റിന്റെ ഫ്ലോ വരുന്നത്. അതുകൊണ്ടാണ് വേരിയബിൾ റെഫ്രിജറന്റ് ഫ്ലോ എന്നുള്ള പേരും ഇരിക്കുന്നത്. പിന്നെ ഇതുപോലെ ഈ ഓരോ യൂണിറ്റിനെ നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ടാണ് അതിനെ കമ്മ്യൂണിക്കേഷൻ വയറിംഗ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെല്ലാം നമ്മൾ ഈ ഔട്ട്ഡോർ യൂണിറ്റിലെ PC ബോർഡിലേക്ക് അഡ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഓരോന്നിനെയും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് ഏതെങ്കിലും കംപ്ലൈന്റ് ആണെങ്കിലും ബാക്കി എക്യുപ്മെന്റ്സ് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. ഔട്ട്ഡോർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഇൻഡോർസ് ഒന്നും വർക്ക് ചെയ്യില്ല. പക്ഷെ ഇൻഡോർ ഏതെങ്കിലും കംപ്ലൈന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇൻഡോർസ് വെച്ചിട്ട് നമുക്ക് റൺ ചെയ്യിക്കാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് ഈ സിസ്റ്റത്തിന് വേണമെങ്കിൽ IR റിമോട്ട് കൊടുക്കാം, ഇൻഫ്രാറെഡ് റിമോട്ട് കൺട്രോൾ, പിന്നെ വയേർഡ് കൺട്രോൾ പാനൽസ് കൊടുക്കാം. അപ്പൊ അതാകുമ്പം അത് കോഡഡ് റിമോട്ട്സ് വരുന്നുണ്ട് ചില യൂണിറ്റ്സിന്റെ കൂടെ. അത് വേണ്ടാന്നുണ്ടെങ്കിൽ സെൻസർ വെച്ചിട്ട് നമുക്ക് അതിനെ IR റിമോട്ട് ആക്കി മാറ്റുകയും ചെയ്യാം. പിന്നെ അത് കൂടാതെ സെൻട്രലൈസ്ഡ് കൺട്രോൾ സെറ്റപ്പ് നമുക്ക് കൊടുക്കാം, സെൻട്രൽ കൺട്രോൾ യൂണിറ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വയറിംഗ്, കൺട്രോൾ വയറിംഗ് നമ്മൾ ചെയ്തെടുക്കേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ AC കാറ്റഗറീസ്. ഇനി ഈ പറയുന്ന AC-ക്കകത്ത് ഞാൻ കുറച്ച് ടേംസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൽവ്, ഇവാപ്പറേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് AC-ക്കകത്തുള്ള മെയിൻ കമ്പോണൻസ് ആണ്. ഇപ്പൊ ഈ 4 പാർട്സും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനെ നമുക്ക് AC എന്ന് പറയാൻ പോലും പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിളെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ 4 പാർട്സിനെയും ബേസ് ചെയ്തുകൊണ്ടാണ്. ഇനി ഇത് കൂടാതെ വേറെ അഡീഷണൽ ഒരുപാട് പാർട്സ് വരുന്നുണ്ട്. കുറച്ച് പാർട്സ് ഞാൻ ഇപ്പുറത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കൺട്രോൾ പാനൽ, ആക്സിയൽ ഫാൻ ആൻഡ് ഫാൻ മോട്ടർ, സോളിനോയിഡ് വാൽവ്, സെൻട്രിഫ്യൂഗൽ ഫാൻ, ഫാൻ ആൻഡ് മോട്ടർ, പിന്നെ അതുപോലെ പിന്നെ വരുന്ന അക്യുമുലേറ്റർ, ഫിൽറ്റർ, ഡ്രയർ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അഡീഷണൽ ഒരുപാട് എക്യുപ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പം ഇത് AC-യുടെ ഒരു മെയിൻ പാർട്സ് ആണ്. അപ്പൊ ഇതിൽ നടക്കുന്ന എന്താന്നുള്ളത് ഞാൻ പറയാം. നമ്മുടെ ഇൻഡോർ യൂണിറ്റിലാണ്, റൂമിനകത്തിരിക്കുന്ന ഇവാപ്പറേറ്ററിലാണ് റെഫ്രിജറന്റ് സർക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റൂമിലുള്ള എയറിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. ആ അബ്സോർപ്ഷൻ കാരണമാണ് നമ്മുടെ റൂമിലെ എയർ കൂളാവുന്നതും ഈ എയറിനകത്തുള്ള ഹീറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് റെഫ്രിജറന്റ് വേപ്പറൈസ് ആവുന്നതും. അപ്പം റെഫ്രിജറന്റിനെ വേപ്പറൈസ് ചെയ്യുന്ന യൂണിറ്റ് ആയതുകൊണ്ടാണ് ഇതിനെ ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പൊ റൂമിലുള്ള ഹീറ്റിനെ ഈ ഇവാപ്പറേറ്ററിലുള്ള റെഫ്രിജറന്റ് അബ്സോർബ് ചെയ്ത് വേപ്പറൈസ് ആവുന്നു. ഈ വേപ്പറൈസ് ആയ റെഫ്രിജറന്റ് നേരെ കംപ്രസറിൽ പോകും. കംപ്രസറിൽ വെച്ചത് കംപ്രസ് ചെയ്യപ്പെടുവാണ്. കംപ്രസ് ചെയ്യുമ്പോൾ വോളിയം കുറയുവാണ്. വോളിയം കുറയുമ്പോൾ പ്രഷർ ഇൻക്രീസ് ആവും. പ്രഷർ ഇൻക്രീസ് ആയിട്ട് അത് നേരെ കണ്ടൻസറിൽ വരും. കണ്ടൻസർ അതിനെ കണ്ടൻസ് ചെയ്യിപ്പിക്കും. കണ്ടൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ആക്സിയൽ ഫാനും ഫാൻ മോട്ടറും കാണും. അപ്പം ആ ആക്സിയൽ ഫാൻ എന്ത് ചെയ്യും, ഇതിന്റെ പുറത്തോട്ട് അറ്റ്മോസ്ഫിയറിക് എയറിനെ ബ്ലോ ഔട്ട് ചെയ്യും. അപ്പം ആ എയറുമായിട്ട് ഒരു കണ്ടൻസർ കോയിലിനകത്തിരിക്കുന്ന റെഫ്രിജറന്റിന് ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന വഴി ഈ കണ്ടൻസർ കോയിലിനകത്തിരിക്കുന്ന റെഫ്രിജറന്റിന്റെ കംപ്ലീറ്റ് ഹീറ്റിനെയും ആളെന്ത് ചെയ്യും, പുറത്തോട്ട് റിജക്ട് ചെയ്ത് കളയും. അതുകൊണ്ടാണ് വെളിയിലിരിക്കുന്ന യൂണിറ്റിന്റെ ഭാഗത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ചൂട് കാറ്റടിക്കുന്നത്. അപ്പൊ ഈ ചൂട് മൊത്തം നമ്മൾ എയറിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഈ റെഫ്രിജറന്റ് എന്താവും, എക്സ്പാൻഷൻ വാൽവിൽ വരും. എക്സ്പാൻഷൻ വാൽവിൽ വെച്ചിട്ട് അതിന് ത്രോട്ട്ലിംഗ് നടക്കുകയും അതിന് എക്സ്പാൻഷൻ സംഭവിക്കുകയും പ്രഷർ റിലീസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ലിക്വിഡ് ഫോമിലായിട്ട് മാറി വീണ്ടും ഇവാപ്പറേറ്റർ സൈഡിലേക്ക് വരും, എയറിൽ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ. ഓക്കെ, ഈ രീതിയിലാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മളെ റൂമിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ടെമ്പറേച്ചർ അച്ചീവ് ചെയ്യുന്നവരെ ഈ രീതിയിൽ നടന്നുകൊണ്ടിരിക്കും. അപ്പം ഇതിനെ ഇത്രയും ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ മോട്ടോർ പാർട്സ് ഉണ്ട്, കൺട്രോൾ പാനൽസ് ഉണ്ട്, അതിന്റെ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ഉണ്ട്, ഇലക്ട്രോണിക് ബോർഡ്സും കാര്യങ്ങളും PC ബോർഡും ബാക്കി കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ട്. അങ്ങനെ കുറെ ഫെസിലിറ്റീസ് ഇതിനകത്ത് മെക്കാനിക്കലിന് പുറമെ ആയിട്ട് ഇലക്ട്രിക്കൽ ബേസ്ഡ് ആയിട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഇത് എങ്ങനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാല്, ഇപ്പം നമുക്ക് ഒരു AC എക്യുപ്മെന്റ് വർക്ക് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ പവർ സപ്ലൈ മസ്റ്റ് ആണെന്ന് അറിയാലോ. AC-യുടെ സപ്ലൈ നമുക്ക് ഇലക്ട്രിക്കൽ സപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ AC വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പം ഒരു സ്പ്ലിറ്റ് AC-യുടെ കേസ് എടുക്കുകയാണെങ്കിൽ അതിനൊരു സ്വിച്ചും സോക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഒരു 1 ടണ്ണിന്റെ AC ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സോക്കറ്റ് നമ്മൾ കൊടുക്കുന്നത് 16 ആംസിന്റെ ആയിരിക്കുമല്ലോ.
അതായത് നോർമൽ നമ്മൾ 6 ആംസിന്റെ ഒന്നും കൊണ്ടുപോയിട്ട് AC കണക്ട് ചെയ്യാൻ കൊടുക്കുന്നില്ല. അതുപോലെ AC ക്ക് വേണ്ടിയിട്ട് നമ്മൾ വയറിംഗ് ചെയ്യുമ്പോഴും നോർമൽ 1 സ്ക്വയർ mm 1 സ്ക്വയർ mm വയറൊന്നല്ല നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. AC-യുടെ കറണ്ട് റേറ്റിംഗ് എന്താണോ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ കേബിൾ പോലും സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്കൊരു AC-ക്ക് പവർ കൊടുക്കുമ്പം അതിന് എത്ര സൈസിന്റെ കേബിളാണ്, എത്ര കറണ്ട് റേറ്റിംഗിന്റെ കേബിളാണ് വേണ്ടുന്നത്, അതുപോലെ സ്വിച്ചും സോക്കറ്റും ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ എത്ര റേറ്റിംഗിന്റെ ഇത് വേണം പ്ലേസ് ചെയ്യാൻ. ഇനി അത് പോരാന്നുണ്ടെങ്കിൽ ഐസൊലേറ്റേഴ്സ് പ്ലേസ് ചെയ്യേണ്ടി വരും. ഇനി അതിന് പ്രൊട്ടക്ഷൻ ഡിവൈസസ് വേണമെങ്കിൽ നമ്മൾ സർക്യൂട്ട് ബ്രേക്കേഴ്സ് പ്ലേസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. MCB പോലുള്ള ഡിവൈസസ് നമ്മൾ കൊടുക്കേണ്ടി വരും. ചില യൂണിറ്റിന് ഇൻബിൽറ്റ് ആയിട്ട് പ്രൊട്ടക്ഷൻ ഡിവൈസ് ഉണ്ടാവും. അപ്പം നമ്മൾ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ ഐസൊലേറ്റേഴ്സ് പ്രൊവൈഡ് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ MCB അഡീഷണൽ ആയിട്ട് വെച്ച് കൊടുക്കേണ്ട കേസസും ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഓവർ കറന്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ നമ്മുടെ ഡിസൈൻ പ്രോപ്പർ ആയിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു AC-നെ എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ ഉപയോഗിക്കാനും പറ്റുള്ളൂ. അപ്പം മെയിൻലി AC-ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് പ്രൊട്ടക്ഷൻ ഡിവൈസസിന്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം, എങ്ങനെയാണ് സെലക്ഷൻ, ഇതിന്റെ റേറ്റിംഗും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എടുക്കുന്നത്, ഓരോന്നിന്ന് എങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതെല്ലാം നിങ്ങൾ ഇലക്ട്രിക്കലിന്റെ സെക്ഷനിൽ പഠിക്കും. അപ്പൊ ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ HVAC-നെ ബേസ് ചെയ്തുകൊണ്ടും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഉണ്ട്, ഫ്യൂസസ് ഉണ്ട്, ഐസൊലേറ്റേഴ്സ് ആൻഡ് സ്വിച്ചസ്, ഓയിൽ കട്ടൗട്ട്, ഗ്രൗണ്ട് ഫോൾട്ട് ഇന്ററപ്റ്റർ, കപ്പാസിറ്റേഴ്സ്, റിലേസ്, കോണ്ടാക്ടേഴ്സ്, മോട്ടോർ സ്റ്റാർട്ടേഴ്സ്, ഇത്രയും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി ഇതിനകത്ത് ഫൈനൽ വന്നിരിക്കുന്ന മോട്ടോർ സ്റ്റാർട്ടേഴ്സ് ഇല്ലേ, അത് വീണ്ടും ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതിനും HVAC-യുടെ ഇൻഡസ്ട്രിയിൽ വളരെയധികം പ്രയോറിറ്റി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ HVAC എക്യുപ്മെന്റ്സിനകത്ത് യൂസ് ചെയ്യുന്ന പ്രൈം മൂവേഴ്സ്, അതായത് ഫാന്, പമ്പ് ഇതുപോലെയുള്ള ഐറ്റംസിനകത്തെല്ലാം യൂസ് ചെയ്യുന്ന മോട്ടോഴ്സ് എന്താണ്, ഇൻഡക്ഷൻ മോട്ടറാണ്, സ്ക്യൂറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ്. സോ ഇൻഡക്ഷൻ മോട്ടറിന് ഒരു പ്രത്യേകത എന്താണ്, സ്റ്റാർട്ടിംഗ് കറണ്ട്. അപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് കറണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ആളാണ് ഈ പറയുന്ന സ്റ്റാർട്ടർ. സോ സ്റ്റാർട്ടേഴ്സിനെ നമ്മൾ ഈ പറയുന്ന എക്യുപ്മെന്റ്സിനകത്ത് നമ്മൾ ഒരു സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പം ഈ സ്റ്റാർട്ടറിന്റെ സെലക്ഷനും അതിന്റെ കപ്പാസിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് എത്ര HP-യുടെ മോട്ടർ വരുന്നു എന്നുള്ള ഡീറ്റെയിൽ നോക്കിയിട്ടാണ്. അപ്പം അതും നിങ്ങൾ ഇലക്ട്രിക്കലിന്റെ ക്ലാസ്സിൽ പഠിക്കും. അപ്പൊ ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന ടൈപ്പ് സ്റ്റാർട്ടേഴ്സ്, DOL സ്റ്റാർട്ടർ ഉണ്ട്, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടേഴ്സ്, സോഫ്റ്റ് സ്റ്റാർട്ടേഴ്സ്, പാർട്ട് വൈൻഡിങ്, ഓട്ടോ ട്രാൻസ്ഫോമർ, പിന്നെ എനർജി എഫിഷ്യൻസി എന്നുള്ള രീതിയിൽ നമ്മൾ VFDs യൂസ് ചെയ്യാറുണ്ട്, വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ്, അതുപോലെ വേരിയബിൾ സ്പീഡ് ഡ്രൈവ്. ഓക്കെ, അപ്പം ഇനി ഈ മോട്ടോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്യൂറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സ്ക്യൂറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൽ 2 കാറ്റഗറിയാണ് വരുന്നത്, TFC-യും FHP-യും. പിന്നെ അതുപോലെ VFD യൂസ് ചെയ്യുന്നുണ്ട്. VFD നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ എക്യുപ്മെന്റിനകത്തുള്ള മോട്ടോർ ഇൻവെർട്ടർ ഡ്യൂട്ടി മോട്ടോഴ്സ് ആയിരിക്കണം ഈ പറയുന്ന പ്രൈം മൂവേഴ്സിൻ്റെത്, എങ്കിൽ മാത്രമേ നമുക്കത് യൂസ്ഫുൾ ആവുള്ളൂ. പിന്നെ VFDs നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എനർജി എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ് ഈ VFDs-നെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ഇൻപുട്ട് ഫ്രീക്വൻസിക്ക് അനുസരിച്ച് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഫെസിലിറ്റി നമ്മൾ കൊടുക്കുമ്പം അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അവെയർ ആയിരിക്കുകയും വേണം. കാരണം ഈ പറയുന്ന എക്യുപ്മെന്റിനകത്തുള്ള മോട്ടോർ നേരത്തെ പറഞ്ഞ പോലെ ഡ്രൈവ് ആപ്ലിക്കേഷൻ റേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ഫെസിലിറ്റി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ, ഇപ്പൊ എക്സാമ്പിൾ ചില്ലറിന്റെ ഒക്കെ പമ്പ് സൈഡിലാണ് നമ്മൾ ഇത് വെക്കുന്നതെങ്കിൽ പമ്പും VFD-യും തമ്മിലൊരു സർട്ടൻ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കണം. ചുമ്മാ എവിടെയെങ്കിലും കൊണ്ടുപോയി നമുക്ക് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഇതിന്റെ ഇലക്ട്രോ മാഗ്നറ്റിക് കമ്പാറ്റിബിലിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഇതിന്റെ ആക്സെപ്റ്റബിൾ ലെവൽ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ, അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഐഡിയ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു കേസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ VFD എന്ന് പറയുന്ന ആള് ഹാർമോണിക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഹാർമോണിക്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള കോൺസിക്വൻസസ് അറിയാം. അപ്പം നമ്മൾ ഈ പറയുന്ന ഹാർമോണിക്സ് അല്ലെങ്കിൽ ഹാർമോണിക് വേവ്സ് ഫോർമേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യാതെ പ്രിവെന്റ് ചെയ്യാനുള്ള ഇന്റഗ്രൽ ഫിൽറ്റേഴ്സോ ഐസൊലേഷൻ ട്രാൻസ്ഫോമേഴ്സോ ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ
മേക്ക് ഷുവർ ചെയ്യാനും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഡിവൈസിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പം AC ചെയ്യുമ്പോൾ അതിനെ പ്രോപ്പറായിട്ട് ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ടാവണം. ഗ്രൗണ്ട് ചെയ്തില്ലെങ്കിൽ ഈ പറയുന്ന ഇതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ അടിച്ചു പോകാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പം അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ട്. ഇലക്ട്രിക്കൽ ഫുള്ള് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ AC ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഞാൻ തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. ഈ ഒരു അപ്പാർട്ട്മെന്റിൽ നമ്മൾ AC കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഓരോ യൂണിറ്റിന്റെ ആയിട്ട് PC ബോർഡ് കംപ്ലൈന്റ് ആവുക. അപ്പൊ PC ബോർഡ് നമ്മൾ ഇപ്പം ബോർഡ് മൊത്തത്തിൽ മാറ്റുന്ന പരിപാടിയാണല്ലോ. റിട്ടേൺ അയക്കും, അത് മാറ്റി തിരിച്ചു കൊണ്ടുവരും, ഇൻസ്റ്റാൾ ചെയ്യും, വീണ്ടും ഈ സാധനം പോകും. അപ്പം ഇങ്ങനെ ഓരോ കസ്റ്റമേഴ്സ് ആയിട്ട് കംപ്ലൈന്റ് വന്ന് ഫൈനലി നമ്മൾ നോക്കിയപ്പോൾ അത് എർത്തിങ്ങിന്റെ ഇഷ്യൂ കാരണം വന്നിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. അപ്പം ഇതുപോലെ എക്യുപ്മെന്റിന്റെ സേഫ്റ്റി കൂടെ നോക്കണം എന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഇലക്ട്രിക്കൽ ഷോക്ക് ആൻഡ് അതുപോലെ ഈ ഗ്രൗണ്ടിങ്ങിന്റെ കേസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് ഒരു സർവീസ് പ്രോപ്പറായിട്ട് റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഈ പറയുന്ന ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെയും കൂടെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈനിങ്ങിന്റെയും കൂടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇനി ഈ പറയുന്ന HVACയുടെ കേസിൽ ഇലക്ട്രിക്കൽ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും ഇപ്പം ഇലക്ട്രിക്കൽ ലോഡ് ഷെഡ്യൂൾ ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ലോഡ് എടുക്കുന്ന ഒരു ഏരിയയാണ് HVAC എന്ന് പറയുന്നത്. അപ്പം HVACയുടെ ബിഗ് എനർജി യൂസേഴ്സ് ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസ് ഉണ്ട്. ഇൻഡോർ യൂണിറ്റ്സിനകത്ത് വരുന്ന ഫാൻ മോട്ടർ. അപ്പം നമ്മളൊരു AHU അല്ലെങ്കിൽ FCU പോലെയുള്ള യൂണിറ്റ് ആണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഇൻഡോർ സൈഡിൽ നമ്മൾ സപ്ലൈ കൊടുക്കുമ്പം നമ്മൾ ആ സ്പേസിലേക്ക് ഹീറ്റ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഫാൻ മോട്ടറിന്റെ റേറ്റിംഗും കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യാനുണ്ട്. അപ്പം ഈ പറയുന്ന ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് കാര്യങ്ങളുടെയും ഡീറ്റെയിൽ അല്ലെങ്കിൽ പവർ കൺസംഷൻ അല്ലെങ്കിൽ എനർജി കൺസംഷൻ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഉള്ള ഒരു അറിവുണ്ടായിരിക്കണം. ആ ഡീറ്റെയിൽസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഈ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമ്മൾ പറയുന്നത്. ദെൻ കൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂളിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ്. അത് ചില്ലേഴ്സ് ആണ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചില്ലറിന് വേണ്ടിയിട്ട് നമ്മൾ പവർ സപ്ലൈ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതാണ് ഈ ഒരു കൂളിംഗ് ഏരിയയിൽ പറയുന്നത്. ദെൻ ഹീറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോയിലേഴ്സ് ആണ്. ബോയിലേഴ്സ് വന്നിട്ട് അതിനും പവർ സപ്ലൈ കൊടുക്കേണ്ടതുണ്ട്. അത് ഹോട്ട് വാട്ടർ പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോയിലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് പമ്പ്സ് ആണ്. പമ്പ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ചില്ലർ അല്ലെങ്കിൽ ബോയിലർ എന്ന് പറഞ്ഞിടത്തുനിന്ന് ചിൽഡ് വാട്ടറിനെ അല്ലെങ്കിൽ ബോയിൽഡ് വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഡോർ യൂണിറ്റിലേക്ക് റൂട്ട് ചെയ്ത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഒത്തിരി ലെങ്ത് ഉള്ളതൊക്കെ ആണെങ്കിൽ ഫോഴ്സ്ഡ് സിസ്റ്റം തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു പ്രഷറൈസ്ഡ് കണ്ടീഷനിൽ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പമ്പ്സ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ കൂളിംഗ് ടവേഴ്സ് വരുന്നുണ്ട്. കൂളിംഗ് ടവേഴ്സും ഈ പറയുന്ന മോട്ടറും കാര്യങ്ങളൊക്കെ ഉള്ള ഫെസിലിറ്റി തന്നെയാണ്. അപ്പം ഇതിനെ ഒന്ന് കട്ട് ഷോർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ HVAC സിസ്റ്റത്തിനകത്തുള്ള ബിഗ് എനർജി യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫാൻ, ഒന്ന് ചില്ലർ അല്ലെങ്കിൽ ബോയിലർ, പിന്നെ ഈ പറയുന്ന പമ്പ്സ്, എവിടെയൊക്കെ പമ്പ് വരുന്നുണ്ടോ ആ പമ്പിന്റെ എല്ലാം ലോഡ് കൺസിഡർ ചെയ്യേണ്ടി വരും. പിന്നെ കൂളിംഗ് ടവർ. അത് കൂളിംഗ് ടവറിന്റെ പറയുന്നതിന് കാരണം കൂളിംഗ് ടവറിനകത്ത് ഫാനും ഫാൻ മോട്ടറും പമ്പിംഗ് സിസ്റ്റം എല്ലാം കാണുന്നുണ്ട്. അത് സെറ്റ് ഓഫ് അസംബ്ലി. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ എനർജിയുടെ കേസിൽ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുള്ള ലോഡുകളാണ്. ഓക്കെ, ഇനി നമ്മളിത് ഡിസൈൻ ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് സ്ക്രീനിൽ കാണുന്നത്.